ഗുരുവായൂർ വാഴും രാധവല്ലഭ കരുണാവാരിതേ മുകിൽ വർണ്ണ മുരഹര മധുമുരളി മാധവ മണിവർണ്ണ കണ്ണ ശ്രീകൃഷ്ണ. ഗുരുവായൂർ വാഴും രാധവല്ലഭ കരുണാവാരിതേ മുകിൽ വർണ്ണ മുരഹര മധുമുരളി മാധവ മണിവർണ്ണ കണ്ണ ശ്രീകൃഷ്ണ. ഓം ശ്രീ ഗുരുവായൂരപ്പ. അഖില ഗുരു ഭഗവൻ നമസ്തേ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണത ക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. നമസ്തേ. ആത്മപ്രകാശം ചൊരിയുന്ന ഭാഗവത പാരായണത്തിലേക്ക് ഭക്ത്യാദരങ്ങളോടെ എല്ലാവർക്കും സ്വാഗതം. ശ്രീമദ് ഭാഗവതത്തിൽ ഏകാദശ സ്കന്ധം വരികൾ സഹിതം. ഓം നമോ ഭഗവതേ വാസുദേവായ. പരമജ്ഞാനാമൃതം പാനം ചെയ്തലസാതെ പരമാനന്ദമൂടെ വസിക്കും കിളിപ്പെണ്ണേ, മധുവും ഗുളം പഞ്ചദാരയും തരുവൻ ഞാൻ, മധുവും ഗുളം പഞ്ചസാരയും തരുവൻ ഞാൻ, മതിവന്നേടുവോളം എടുത്തു ഭുജിച്ചിന്നും മധുവൈരിയാം വിഷ്ണു നരകവിനാശനൻ യദുനായകൻ ശൗരി ദുരിത വിനാശനൻ കരുണാവാരിരാശിയാകിയ കൃഷ്ണൻ തന്റെ ചരിതരസം പറഞ്ഞിടടോ മടിയാതെ. നരജന്മത്തിൻ ഫലം വരുവാനായിക്കൊണ്ടിക പറയാം കേട്ടുകൊള്ളുവനെന്നിതു പൈങ്കിളിയും. ശ്രീ മഹാഭാഗവതം ദശമാന്തത്തോളവും ആമോദാൽ കേട്ടു ചിത്താനന്ദേന ശൗനകാദിമാമുനീന്ദ്രന്മാർ സൂതൻ തന്നോട് ചോദിച്ചിതു. നിർമ്മല കഥാശേഷം കേൾപ്പിക്കുന്നപ്പോൾ സൂതൻ ചൊല്ലിനാനേകാദശ സ്കന്ധത്താൽ മോക്ഷം ചൊല്ലും. നിർമ്മല കഥാശേഷം കേൾപ്പിക്കുന്നപ്പോൾ സൂതൻ ചൊല്ലിനാനേകാദശ സ്കന്ധത്താൽ മോക്ഷം ചൊല്ലും. കല്യാണമതിൻ മുമ്പ് വൈരാഗ്യ സിദ്ധ്യർത്ഥമായി യാദവകുലത്തിന്റെ നാശകാരണം മുന്നം വധിച്ചു. പിന്നെ വസുദേവൻ നാരദൻ താനും തമ്മിലെ സമ്മതമിക്കർമ്മികളായുള്ളോർക്കൂ നിർമ്മല പുരുഷാർത്ഥം സാധിപ്പാനെന്തു നല്ലു എന്നു നാരദനോട് ചോദിച്ചോരനന്തരം
നന്ദിച്ചു മുനീന്ദ്രനും വസുദേവരോടായി നിമിയാം നരപതി നവയോഗികളോടു നിർമ്മല യജ്ഞത്തിങ്കൽ ചോദിച്ച സംവാദത്തെ കേൾപ്പിച്ചാനതിൽ നിമി 9 ചോദ്യം ചെയ്തു. താൽപര്യമോടു ഭാഗവതമാം ധർമ്മം മുമ്പിൽ പിന്നേതു ഭാഗവതന്മാരെയും മായാതത്വം 3-മതല്ലു മായാതിക്രമം 4-മതു ബ്രഹ്മത്തെ 5-മതു ഭഗവൽ പൂജ പിന്നെ നിർമ്മലൻ നാരായണൻ തൻ അവതാരങ്ങളും ഭഗവൽ ഭക്തിയില്ലാതവർ തൻ ഗതിയേയും യുഗങ്ങൾ തോറുമുള്ള പൂജകൾ വിശേഷവും ഇവ 9 ചോദ്യം ക്രമത്താലുത്തരങ്ങൾ നവയോഗികളേവം ചൊല്ലിനാർ മോദത്തോടും. സകല കർമ്മങ്ങളെ ഭഗവതർപ്പണത്തെ ചെയ്യുക എന്നതു ഭാഗവതത്തിൻ ധർമ്മമല്ലോ. രാഗാദി അഭിമാനഹീനന്മാരായിക്കൊണ്ട് ഭഗവത് സേവാരതരെല്ലാം ഭാഗവതന്മാർ നിത്യമല്ലാത വസ്തു സത്യമായി തോന്നിയതിൽ നിത്യസംഗവുമായിട്ടിരിപ്പൂമായ തത്വം ഭഗവൽ മായതിൽ നാശകാരണമായ ഭഗവൽ ഭക്തിയോടോ സൽഭക്തി ചിന്തനത്തെ അകമേയുണ്ടെങ്കിലോ മായയെ ജയിച്ചിടാം. സകല തത്വജ്ഞാനമില്ലാഞ്ഞാൽ ജയം വരാം. സർവത്ര വ്യാപ്തമായ നിഷ്കള വസ്തു ബ്രഹ്മം നിർവാണാത്മകൻ പൂജാവേദ തന്ത്ര സംയുതം ജഗൽ കാരണപുമാൻ തുടങ്ങിയുള്ളതെല്ലാം ഭഗവാൻ തന്റെ അവതാരമെന്നറിയിച്ചു. സംസാരബന്ധം ഭക്തിഹീനരാം ജനത്തിനു സംസാര പരിത്യാഗം ഭക്തന്മാർക്കുള്ള ഗതി. ധ്യാനമാം കൃതയുഗേ യജ്ഞമാം ത്രേതായുഗേ അർച്ചനം ദ്വാപരയിൽ കീർത്തനം കലിയിങ്കൽ ഇത്തരം മുനീന്ദ്രന്മാർ ചൊന്നവയെല്ലാം മുനിസത്തമെന്നാരദങ്ങൾ നിന്നു കേട്ടനന്തരം നാരദൻ പക്കൽ നിന്നു ജ്ഞാനവും ഗൃഹീതനായി പരമാമോഹം നീക്കി തെളിഞ്ഞു വസുദേവൻ. എന്നതിനന്തരം ബ്രഹ്മാദിദേവകളാൽ നന്നായി സ്തുത്യനായി മാധവനവരോടായി അരുളിച്ചിരു. യദുകുലമാം ഭൂഭാരവും
വിരവിൽ കളഞ്ഞു ഞാൻ വൈകാതെ വന്നിടുവൻ എന്നരുൾ ചെയ്തവരെ അയച്ചു. പിന്നെ കണ്ട ദുർനിമിത്തങ്ങൾ കൊണ്ട് രാമനുമായി പറഞ്ഞു, നന്ദനന്ദനൻ ജഗന്മംഗലൻ യദുകുലം തന്നെ നാശത്തിനും തന്റേകനാശത്തിനും ആശയം തന്നിൽ കൽപ്പിച്ചുറച്ചു വസിക്കുന്നോരീശനാം കൃഷ്ണൻ തന്റെ ആരംഭം കണ്ട നേരം ഭഗവൽ ഭക്തനാകും ഉദ്ധവനെന്നുകൂടി ഭഗവൽ ലോകത്തേക്കു കൊണ്ടെഴുന്നള്ളുകെന്നു പറഞ്ഞോരുദ്ധവനോടരുളി ചെയ്തു, നീയും അറിക ദേഹാദികളാകിയ പ്രപഞ്ചങ്ങൾ മായയാൽ മയമെന്നതറിഞ്ഞോ സമബുദ്ധ്യ മായാവിച്ഛിന്നബോധാൽ സഞ്ചരിച്ചാലുമെടൂ എന്നതോ കേട്ട നേരം ഉദ്ധവരുടെ ചോദ്യം, മുന്നമേ സംഘം കളഞ്ഞിടുവാനെന്തുപായം? ലോകതത്വത്തെ വിമർശിക്ക സംഘങ്ങൾ പോവാനായതിന്നവധൂത യദു സംവാദമെല്ലാം വഴിയേ അരു ചെയ്ത നേരമൊത്തവർ ചോദ്യം, വിഷയങ്ങളിൽ വർത്തിച്ചിടിന ദേഹിക്കുക വിഷയങ്ങളാൽ ബന്ധമില്ലാതെ ഇരിപ്പതും വിഷയങ്ങളാൽ ബന്ധമുണ്ടാകും വിവരവും അരുൾ ചെയ്യുന്നു കേട്ടു. ബന്ധമോക്ഷങ്ങൾ ഭേദാൽ വരുന്നു, മോക്ഷം വിദ്യാബന്ധമിത വിദ്യയാൽ വിദ്വാൻമാരായ മഹത്തുക്കളാരെന്നു ചൊല്ലുക. വിദ്വാൻമാർ ജിതേന്ദ്രിയന്മാരായി ഭാഗവതന്മാരായി ബോധികളായി ലോകാനുഗ്രഹപരരായവർ മഹത്തുക്കളെന്നറിഞ്ഞിടു നീയും. ഭക്തിയാകുന്നതേതെന്നുദ്ധവർ ചോദിച്ചപ്പോൾ, ഭക്തിയായതോ മനോവാക്കു കായങ്ങളാലും യാതൊരു പ്രകാരവും സർവവും സദാകാലം യാതൊന്നാം ഭഗവാങ്കൽ ഭക്തിയാൽ ചെയ്യുക തന്നെ. ഭക്തിയാകുന്നതുകൊണ്ട് മോക്ഷവും വരും. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹേശാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു.
ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാ പരാദം വിഹിതമവിഹിതം വാ സർവമേതശ്രവസ്വ. ശിവ ശിവ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭോ. ശിവ ശിവ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭോ. ശിവ ശിവ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭോ. ഓം കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവത് കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്തേ. ശ്രീമദ് ഭാഗവതത്തിൽ ഏകാദശ സ്കന്ധം വരികൾ സഹിതം തുടരും നാളെ. നമസ്തേ.